ദൈവവിഷയമായി നീ സമ്പന്നനായി കൊള്ളണം. സമ്പന്നനാകുന്നതിന് പല വഴികളുണ്ട്. വിദ്യയിൽ സമ്പന്നനാകാം, വിദ്യാസമ്പന്നൻ. റിച്ച് ഇൻ ലേണിംഗ്, ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് റിച്ച്നെസ്. നമുക്ക് സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സമ്പന്നനാകാം. റിച്ച് ഇൻ മെറ്റീരിയൽ തിങ്സ്. വലിയ വീടുകൾ നിർമ്മിച്ചുകൊണ്ട്, വലിയ പുരയിടങ്ങൾ സമ്പാദിച്ച് നേടുന്നത് വഴിയായി നമ്മളുടെ ഇപ്പോഴത്തെ സാധാരണ ഭാഷയിൽ പറയുന്ന പക്ഷം build big houses and thereby you show that you are rich. Amass lot of wealth and thereby you claim that you are rich, and thereby you receive acceptance by the world, worldly acceptance through wealth, learning, possessions, and so on and so forth. നമുക്ക് സമൂഹത്തിലും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും വലിയ പദവികളിൽ എത്തിച്ചേർന്നത് വഴി നമുക്ക് ലോകത്തിന്റെ അംഗീകാരം സിദ്ധിക്കുന്നു. ലോകത്തിന്റെ ബഹുമാനം ആർജിക്കുവാൻ നമ്മൾ തന്നെ അതിന് വഴികളുണ്ടാക്കുന്നു. You can be rich in several ways. ഈ വിധത്തിലെല്ലാം ലൗകികമായ ലോകപരമായ സമ്പാദ്യങ്ങൾ നേടുന്ന ഒരാളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, യു ആർ റിച്ച് ബട്ട് എ ഫൂൾ. യു ആർ റിച്ച് ബട്ട് എ ഫൂൾ. നീ സമ്പന്നനാണ്, പക്ഷേ പോഷനാണ്, വിഡ്ഢിയാണ്, ഇഡിയറ്റാണ്. ഇങ്ങനെ പറയുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾക്ക് ഇംഗ്ലീഷ് വിവർത്തനത്തിൽ ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്, റിച്ച് ഫൂൾ എന്നാണ്. റിച്ച് ഫൂൾ. രണ്ട് മാതൃകകളാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക്. യു ആർ റിച്ച് but you make yourself a fool. കർത്താവ് പറയുക, I will give you 2 examples. One, അത് നടന്നതുപോലെ കർത്താവ് സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇന്ന് വായിച്ചു കേട്ട 13-14 വാക്യങ്ങളിലായി പറയുന്നത്. അവിടെ പറയുക, ഒരു മനുഷ്യൻ വന്ന് കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, I have a dispute with my brother. എന്റെ സഹോദരനുമായി എനിക്കൊരു പിണക്കമുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്. നീ അത് വന്ന് തീർക്കണം. എന്താണ്? ഞങ്ങൾക്ക് പിതാവ് സമ്പാദിച്ചു തന്ന വലിയ ഒരു പുരയിടം, അത് വിഭജിച്ചു വേണ്ടേ? ഞങ്ങൾ 2 സഹോദരന്മാർ, അത് വിഭജിക്കണം. എന്റെ സഹോദരൻ അത് അനുവദിക്കുന്നില്ല. He does not permit that a proper division of wealth can be made. It could be acceptable to both of us. ഞങ്ങൾക്ക് 2 പേർക്കും സ്വീകാര്യമായ സ്വത്ത് വിഭജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ എന്റെ സഹോദരൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നീ ഇടവക നിൽക്കണം. കർത്താവ് പറയുകയാണ്, ഇതിനെന്നെ ഇടവകക്കാരനാക്കി വെച്ചത് ആരാണ്? I am not, my mission is not that. ദൈവം 2 പ്രാവശ്യം ചിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ചിരിക്കുന്ന ദൈവത്തെ ആരും ആവിഷ്കരിച്ചിട്ടില്ല, ചിരിക്കുന്ന കർത്താവിനെയും ആവിഷ്കരിച്ചിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായി ചില ചിത്രകാരന്മാർ പൊട്ടിച്ചിരിക്കുന്ന കർത്താവിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ദൈവം ചിരിച്ചതായി എന്നും രേഖപ്പെടുത്തുന്നില്ല.
പക്ഷെ ദൈവം 2 പ്രാവശ്യം തിരിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, 2 സഹോദരന്മാർ വന്ന് പറയുകയാണ്, 2 അയൽവക്കക്കാർ വന്ന് പറയുകയാണ്, അവരുടെ ജോയിന്റ് ആയിട്ടുള്ള ബോർഡർ, അവരുടെ അതിർത്തി ഒന്നായിരിക്കുന്നു. ഒരാൾ ഇങ്ങേപ്പുറത്ത് താമസിക്കുന്ന ഒരാൾ ഇങ്ങേപ്പുറത്ത് വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറയുക, ഇതെന്റെ പുരയിടമാണ്, ദിസ് ഈസ് മൈ ഫീൽഡ്. മറ്റേയാൾ ഇവിടെ താമസിക്കുന്നയാൾ ഇങ്ങേപ്പുറത്ത് വന്നിട്ട് പറയുക, ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി, ഇതെന്റെ വസ്തുവാണ്. ഇങ്ങനെ 2 പേരും കൂടെ ഇതെന്റെ വസ്തുവാ എന്ന് വാഗ്വാദം നടത്തിയപ്പോൾ ദൈവം സ്വർഗത്തിൽ ചിരിച്ചു എന്നാ പറയുന്നത്. പക്ഷേ I'm not a fool. How long? How far? How much? ഇത് 2-3 ചോദ്യങ്ങളുണ്ട്. How long? എത്ര നേരത്തേക്കാണ്, എത്ര അധികമാണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടെന്നവണ്ണം കർത്താവ് ദൈവം തമ്പുരാൻ പൊട്ടിച്ചിരിച്ച് ഈ വാഗ്വാദം കേട്ടിട്ട് വളരെ പരമാർത്ഥമാണ്. അധികാരത്തിന്റെ വിഭജനം, വസ്തുതകളുടെ വിഭജനം, സ്ഥാനമാനങ്ങളുടെ വിഭജനം, അതിനോടുള്ള ആർത്തി, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതെന്റേതാന്ന് പറയുമ്പോൾ തമ്മിൽ ചിരിക്കുക. കുഞ്ഞെ, എത്ര കാലമാണ്, എത്ര അധികമാണ് എന്ന് ഈ മർത്തരായ നമ്മളോട്, മോർട്ടൽസായ ഇമ്മണി നേരം മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന നമ്മളോട് ചോദിക്കുക, കുഞ്ഞെ നീ എന്തായി പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? 2 പേരോടും ചോദിക്കുക. It is not justifying anyone, but making an oath. പൊട്ടിച്ചിരിച്ചിട്ട് ചോദിക്കുക ദൈവം, how long, how far, how much? വീണ്ടും കർത്താവ് 2ാമത്തെ അതൊരു ഉപമയായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒരു മനുഷ്യന് ഭൂമി വീണ്ടുപോളമുണ്ട്, പക്ഷെ കാലാവസ്ഥ അനുവദിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഈ വർഷം കാലാവസ്ഥ അനുവദിച്ചു, അധ്വാനിച്ചു, നല്ല വിളവുണ്ടായി. വിളവുണ്ടായത് 100 പേര് വിളവുണ്ടായതുപോലെയാണ്. അപ്പൊ അവൻ ചിന്തിച്ചു, ഓ, ഇതെല്ലാം ഞാൻ എവിടെ കൊണ്ടുവന്ന് കൂട്ടിവെക്കും? അല്ല, ഞാൻ എന്റെ ഭണ്ഡാരപ്പുര പൊടിച്ചത് വലുതാക്കി അതെല്ലാം സമ്പാദിച്ചു കൂട്ടിവെക്കും. ഉടനെ തമ്പുരാൻ ചോദിക്കുക, കുഞ്ഞേ നീ എന്തായി പറയുന്നത്? നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ, if your soul is required today, and what will happen to the world that you have amassed so far? ഈ 2 കാര്യങ്ങളെ കർത്താവോട് പറയുന്നത്. പൊട്ടിച്ചിരിച്ചത് വേറെ ഒന്നുകൂടെ. മനുഷ്യൻ ഇങ്ങനെ വാഗ്വാദം നടത്തി അവനവന്റെ സമ്പാദ്യത്തെ കുറിച്ച്, അവനവൻ നേടിയെടുത്ത പദവികളെ കുറിച്ച്, പേരും പെരുമയും സംബന്ധിച്ച് പുകഴുമ്പോൾ തമ്പുരാൻ സ്വർഗത്തിലിരുന്ന് വിഷമിക്കുന്നുണ്ട്. ദൈവം പൊട്ടിച്ചിരിക്കുന്നുകൊണ്ട് ഈ മോഷത്വം കണ്ടിട്ട്. 2ാമതായി ദൈവം പൊട്ടിച്ചിരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നത്, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഓക്കത്തിൽ വെച്ച് ഡോക്ടറുടെ അടുക്കൽ ചെന്നു, ഡോക്ടർ, my child is too sick, kindly heal him. ഉടനെ വൈദ്യൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാനും കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിക്കൊള്ളാം. I will heal your child, said the doctor. ആ സന്ദർഭത്തിൽ God is off in heaven. ഒരേ രോഗത്തിന് തന്നെ ഔഷധങ്ങൾ ഒന്ന് തന്നെ ചെയ്യുന്നു 2 പേർക്ക്. ആ ഔഷധ പ്രയോഗം കൊണ്ട് ഒരാൾ ആരോഗ്യം പ്രാപിക്കുന്നു, ആ
മറ്റേയാൾക്ക് സൗഖ്യം ലഭിക്കുന്നുമില്ല. രോഗം ഒന്ന് തന്നെയാണ്, മരുന്നും ഒന്ന് തന്നെയാണ്. ഒരാൾക്ക് സൗഖ്യം, ഒരാൾക്ക് സൗഖ്യമില്ലായ്മ. അതെന്തുകൊണ്ടാണ്? ഹൂ ഹീൽസ് എന്ന ചോദ്യമാണ്. ഹൂ ഹീൽസ്? സൗഖ്യം തരുന്നത് ആരാ? ഡോക്ടറാണ്, മരുന്നാണ്. അപ്പോൾ ഡോക്ടർ കാണണ്ടേ, മരുന്നുകൾ ചെയ്യണ്ടേ, ചികിത്സ ആവശ്യമല്ലേ? Do you not need medical treatment? Of course, you should go to the doctor and get his advice and medications so that you will be healed. Your illness should be healed, no doubt about that. But when the doctor says, I will heal your child, then God knows. Who heals ultimately? The doctor? The medication? But ultimately God himself. ഈ ഒരു വിവേകം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകേണ്ടതാണ്. ദൈവവിഷയമായി സമ്പന്നനാകുമ്പോൾ ഡിസേൺമെന്റ് ഉണ്ടാകും. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകും. സത്യാസത്യങ്ങളെയും നന്മതിന്മകളെയും ശരിതെറ്റുകളെയും വിവേചിച്ച് നന്മയെ സ്വീകരിക്കാനും തിന്മയെ തള്ളിക്കളയാനും, സ്ഥാപനമായതിനെ സ്വീകരിക്കുവാനും താൽക്കാലികമായവയെ അകറ്റാനും നിനക്കുള്ള ഡിസേൺമെന്റിൽ തരംതിരിക്കുവാനുള്ള the capacity to distinguish what is right and what is wrong. And that wisdom is God given. ദൈവവിഷയമായ സമ്പന്നനാണ്. ഒരാൾക്ക് അത്ര ഭൂമി വേണം? ടോൾസ്റ്റോയുടെ മനോഹരമായ ഒരു ചോദ്യമാണ്. അതേ സംബന്ധിച്ച് വിശ്വപ്രസിദ്ധമായ ഒരു കഥയുമുണ്ട്. മലയാളത്തിൽ അതിനൊരു പാരഡി ഉണ്ടായി. അത് ഞാനിങ്ങനെ സാധാരണ ഭാഷയിൽ പറയും. കുഞ്ഞുമറിയമ്മ പട്ടിണിയായി പോയി. 1.5 വയസ്സുള്ളപ്പം ഭർത്താവ് മരിച്ചുപോയി. വാടക വീട്ടില്ല. ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് വീട് കഴിയുന്നത്, വാടക കൊടുക്കുന്നത്. പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയി. ഈ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ജോലിക്ക് വരാൻ അവർക്കാവില്ല. കുഞ്ഞറിയാൻ ഭക്തയ തമ്പുരാന്റെ അടുക്കൽ ചെന്നു ഈ കുഞ്ഞിനെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു, തരണം തരണം തരണം. ഈ കുഞ്ഞിനെ ജീവിക്കാനെങ്കിലും മതി, ഞാൻ പണിത് കിടന്നോളാം, പക്ഷെ എന്റെ കുഞ്ഞിനെ വളർത്തണം. നിർവാഹമില്ല, നീ ഇടപെട്ടേനെ പറ്റുള്ളൂ. തമ്പുരാനുള്ളൊരു സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പേർത്തും തമ്പുരാന്റെ അടുക്കൽ പ്രാർത്ഥിച്ച് അവസാനം മാലാഖ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുമറിയാമ്മയോട് പറഞ്ഞു, കുഞ്ഞുമറിയാമ്മേ നീ വിഷമിക്കണ്ട കേട്ടോ, തമ്പുരാൻ എന്നോട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തേക്കാൻ, പ്രത്യേകിച്ച് നിന്റെ കുഞ്ഞിനെ വളർത്താൻ ആവശ്യമുള്ളതെല്ലാം നൽകിയെന്ന് എന്നോട് പറഞ്ഞിരിക്കുക. പക്ഷെ ചില വ്യവസ്ഥകളുണ്ട്, നീ വാ. അവൻ മാലാഖ വന്ന് കുഞ്ഞുമറിയാമ്മയെ കൊണ്ടുപോയി ഒരു മുറിയുടെ മുമ്പിൽ നിർത്തി. അതൊരു വാതിലുണ്ട്. ആ ഭിത്തിയിൽ ഒരു ഘടികാരമുള്ള ഒരു ബ്ലോക്കുണ്ട്. കുഞ്ഞുമറിയാമ്മയോട് പറഞ്ഞു, ഇത് നോക്കിക്കേ, ഈ മുറിയുടെ നടന്ന് നോക്കിക്കേ, ഒരു വലിയ പാത്രം. ആ പാത്രത്തിൽ നിറച്ച് സ്വർണ്ണനാണയം. സ്വർണ്ണനാണയം ഇത് കണ്ടപ്പോ പെണ്ണല്ലേ, അവരുടെ കണ്ണ് വല്ലാതെ മഞ്ഞളിച്ചു. അകത്ത് കയറി, തമ്പുരാൻ എനിക്കെല്ലാം തരാൻ പോവാ. രണ്ടാമത്തെ വ്യവസ്ഥ മുഴുവനും നിനക്കാം. രണ്ടാമത്തെ വ്യവസ്ഥ, സെക്കൻഡ് കണ്ടീഷൻ, നീ നിന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുന്ന് സ്വസ്ഥമായി ഓരോന്നും ഒന്നേ പേർക്കാവുള്ളൂ, 1 at a time. And the third condition, only for half an hour. 1/2 മണിക്കൂർ കൊണ്ട് ഓരോന്നും നോക്കിക്കൊള്ളണം. ഒരു 10 മതി ജീവിതം മുഴുവനും അതുകൊണ്ട് കഴിഞ്ഞു പോകാൻ. പക്ഷെ നീ എടുത്തു 1/2 മണിക്കൂർ ഓരോന്നും പെറുക്കി നിന്റെ സാരി മുമ്പിലിട്ട്
അതെടുത്തുകൊണ്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ബെല്ലടിക്കും. അതിനു മുമ്പ് നീ പുറത്തു പോയിക്കൊള്ളണം. അല്ലെങ്കിലോ നീ അകത്താകും. ഇത് എന്നേക്കുമായി കൂട്ടപ്പെടും. യുവർ ലൈഫ് ഈസ് ലോസ്റ്റ് along with your child. കുഞ്ഞു അറിയാമോ ദിവസു എഗ്രി ചെയ്തോ? എഗ്രീറ്റ്, സമ്മതിച്ചു. മുറിയുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. ക്ലോക്കും കണ്ടു. അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. സാരത്തുമ്പ് വിടുത്തി കുഞ്ഞിനെ അടുത്ത് വെച്ചു. അവൾ സുവർണനാണ് ഓരോന്നും പെറുക്കാൻ തുടങ്ങി. ഓരോന്നും പെറുക്കാൻ തുടങ്ങി. 15 മിനിറ്റ്, 20 മിനിറ്റ്, 25 മിനിറ്റിന് 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അവരുടെ ഹൃദയം പിടഞ്ഞു. ഇനിയും പോരാ, എത്ര വേണം. അവൾ പറക്കിക്കൊണ്ടേയിരുന്നു. 29ാമത്തെ മിനിറ്റ്, ഇനി 1 മിനിറ്റേ ഉള്ളൂ. അവളുടെ ആവേഗം കൂടി, അവളുടെ സ്പീഡ് കൂടി അവൾ പറക്കിക്കൊണ്ടേയിരുന്നു. മണി മുഴങ്ങി. അരമണിക്കൂറിന്റെ അവൾ പെട്ടെന്ന് സാരിത്തുമ്പിൽ നേടിയതെല്ലാം കൂടെ കൂട്ടിവെച്ച് പുറത്തിറങ്ങിയത് വാതിലടച്ചു. പക്ഷേ അവൾ ഒരു കാര്യം എടുക്കാൻ മറന്നുപോയി. കുഞ്ഞുമറിയാമോ മറന്നു നിൽക്കുക. ഈ പണം നേടിയതെല്ലാം ആർക്കു വേണ്ടിയാണ്? കുഞ്ഞിന് വേണ്ടിയാ. എനിക്ക് ജീവിച്ചില്ലേലും കുഴപ്പമില്ല, എന്റെ കുഞ്ഞിന് ജീവിക്കണം. അതിനാ. നീട്ടി പറയേണ്ടതൊന്നും ഇനിയില്ലല്ലോ. ദൈവവിഷയമാകാതെ സമ്പന്നനാകുന്നത് തമ്പുരാനെ ഓർത്ത് 29 മിനിറ്റായപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി. മതി തമ്പുരാനെ, എല്ലാം താന്നല്ലോ, മതി. ഇനിയും സ്വസ്ഥ. കിട്ടിയതിന്റെ ഇത്തിരി പങ്ക് എന്റെ അനിയത്തി കുഞ്ഞന്നാമ്മ വല്ലാതെ വിഷമിച്ചിരിക്കുക. അവർക്ക് കൂടെ കൊടുത്തേക്കാം. അയൽപക്കത്തെ കൊച്ചേരിയാണെങ്കിൽ പ്രശ്നമുണ്ട്, അവർക്ക് കൂടി ചിലപ്പോൾ പകുത്ത് കൊടുത്തേക്കാം. മതി തമ്പുരാനെന്ന് പറഞ്ഞു 30 മിനിറ്റിന് മുമ്പ് അല്പം അങ്ങ് ഇറങ്ങി കുഞ്ഞിനെയും എടുത്ത് ആ ജീവിതം എത്ര ഭിന്നമാകുമായിരുന്നു. ഇതെല്ലാം എനിക്ക് തമ്പുരാൻ തന്നതാണ്. സ്തോത്രം. ഒരുപാടുണ്ടല്ലോ, ഇത്തിരി ഇല്ലാത്തവർക്കും കൂടെ കൊടുത്തേക്കാം. നന്ദി കർത്താവേ എന്ന് പറയുക. ദൈവവിഷയമാകാതെ സമ്പന്നനാകുന്നവന്റെ എല്ലാ കാര്യം അറിവുകൊണ്ടിരിക്കും. കിട്ടാതെ അറിവുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ് അറിവ്. റിച്ച് ഇൻ ഡിവൈൻ, in godly things or material things. ലൗകികമായ കാര്യങ്ങളിൽ നീ സമ്പന്നനോ അതോ ദൈവിക കാര്യങ്ങളിൽ നീ സമ്പന്നനോ? ഇതിനെല്ലാം ഒരു പ്രൊപ്പോർഷൻ വേണം, ഒരു അനുപാതം വേണം. If the proportion is lost, disproportionate ആയിപ്പോയ ജീവിക്കണ്ടേ, സമ്പാദിക്കുകയും വേണം. പക്ഷേ ഒരു പ്രൊപ്പോർഷൻ വേണം. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും സ്ത്രീഭാര്യയൊക്കെ നോക്കി പഠിക്കേണ്ട പാഠമാണ്. കാൽവരിയിൽ യാഗമായി തീർന്ന പരിത്യാഗിയായ കർത്താവ് സ്നേഹത്തിற்கு വരുന്ന സേവനം കൊണ്ട്, നന്മ കൊണ്ട്, വീണ്ടെടുപ്പിന്റെ പുത്തൻ അനുഭവം കൊണ്ട് നമ്മളെ സമ്പന്നനാക്കിയ തമ്പുരാനെ നോക്കി നീ ത്യാഗത്തിന്റെ, പങ്കുവയ്ക്കലിന്റെ പാഠം നീ പഠിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ കൃപ നമ്മളെല്ലാവരോടും